എന്തിനാണ് ഇങ്ങനെ കഴുകുന്നത്? ഇവിടെ കഴുകുന്നില്ല, വണ്ടി ഇങ്ങനെ തൊട്ടും തടവിയൊക്കെ നിൽക്കുന്നു, ഒന്ന് രണ്ട് കാര്യങ്ങൾ നോക്കുന്നുണ്ട്. ഞാൻ കൊണ്ട് കഴിക്കാനാ ചേച്ചി. പൊടി പൊടി ഇവനെന്തേ കാണിക്കണേടാ? അതിനകത്ത് കയറിയിരുന്ന് വായനടാ പത്രം. മുട്ടൻ കോമഡി. കോമഡിയാ? ഓ, നീ പലതും എന്ത് വായിക്കുന്നത്? മോഷ്ടാക്കളിൽ നിന്ന് പിടിച്ചെടുത്ത സ്വർണം കോടതിയിൽ വന്നപ്പോൾ തൂക്കം കുറഞ്ഞത്. എന്താ മോഷ്ടാക്കളിൽ നിന്നാണ്ടേ കരൂർ മോഷ്ടാക്കളിൽ നിന്ന് പിടിച്ചെടുത്ത സ്വർണം കോടതിയിൽ എത്തിയപ്പോൾ തൂക്കക്കുറവ് കാണിച്ചതായി പരാതി. അതാരടിച്ചു മാറ്റി? അതെങ്ങനെ? പോലീസുകാരല്ലേ കോടതിയിലോട്ട് കൊണ്ടുപോണത്? അതെങ്ങനെയാ അങ്ങനെ പറ്റുന്നത്? പോലീസ് അങ്ങനെ ചെയ്യുവാ? അതന്നെ എന്റെ സംശയം. ഇതാ കള്ളന്മാരെ സപ്പോർട്ട് ചെയ്യുന്ന ആരെങ്കിലും കള്ളപ്പരാതി കൊടുത്തായിരിക്കും. പിന്നെ എന്റെ പൊന്നു സുഹൃത്തെ, തൂക്കം കുറഞ്ഞ പരാതി പറഞ്ഞിരിക്കുന്നത് കോടതിയാണ്, അല്ല വെളിയിൽ നിന്നുള്ളവരല്ല. ആരാണെങ്കിലും എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. എന്തായാലും അങ്ങനെ ചെയ്യൂലല്ലോ. പോലീസുകാർ അങ്ങനെ ചെയ്യോ ഇല്ലാതാണ് നിയമപാലം മുമ്പ് ഇരിക്കുന്നത്. പച്ചമ്പി ഈ തൊണ്ടി മുതലിനകത്ത് മാറ്റം വരുത്തോ? തൂക്കം കുറയുക, അടിച്ചു മാറ്റം അങ്ങനെയൊക്കെ വരുമോ? മാറ്റം വരുമെന്ന് വെച്ചാ വരും, വരൂലെന്ന് വെച്ചാ വരില്ല. അതെന്തൊരു മറുപടി? അപ്പൊ വരുവോ? മുമ്പൊക്കെ ഈ GD തയ്യാറാക്കുന്ന സമയത്തൊക്കെ നമ്മള് ചില ആൾക്കാർ വെട്ടിത്തിരുത്തൊക്കെ വരുത്താറുണ്ട്. പക്ഷെ ഇപ്പൊ FIR ആയപ്പോ മറ്റേ ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ രജിസ്റ്റർ ചെയ്യണം. ഞാൻ പറയുന്നത് പരാതിയിലല്ല, തൊണ്ടി മുതൽ പിടിച്ചെടുത്തല്ലോ. അയാളുടെ വീട്ടിൽ നിന്ന് 24 ക്യാരറ്റ് ബിസ്ക്കറ്റ് പിടിച്ചെടുത്തു. അത് രേഖപ്പെടുത്തി കോടതിയിലേക്ക് ചെല്ലുമ്പോൾ അതിനകത്ത് മാറ്റം വരുമെന്നാ ചോദിച്ചത്. അതാ ഇത് കിടക്കുന്നത്. ചില സ്ഥലങ്ങളിലൊക്കെ നടക്കും, നമ്മുടെ സ്റ്റേഷനിലൊക്കെ പണ്ട് നടന്നിട്ടുണ്ട്. അതിപ്പോ എങ്ങനെ വെച്ചാൽ സ്വർണം വരുമ്പോ അതിന്റെ തൂക്കം ചിലപ്പോ അവിടെ എത്തുമ്പോ കുറഞ്ഞു പോകും. പിന്നെ വിദേശ മദ്യം ചിലപ്പോ വെള്ളമായി മാറും. പിന്നെ MDMA പഞ്ചായരായി മാറും. പിന്നെ ചില വണ്ടികളെ കസ്റ്റഡിയിലെടുക്കുന്ന വണ്ടികൾ അല്ല ആക്സിഡന്റ് പറ്റുന്ന വണ്ടികളൊക്കെ ഇല്ലേ, അതൊക്കെ ഞങ്ങളുടെ സാധാരണ എല്ലാ സ്റ്റേഷന്റെ കോമ്പൗണ്ടിൽ ആവശ്യം പോലെ കിടക്കുമല്ലോ. അതവിടെ കിടന്ന് ദൂരപ്പെടുത്ത് പോകാറാണ് പതിവ്. അപ്പൊ ചിലര് ചില അത്യാവശ്യമുള്ള പാഴ്സൊക്കെ അന്ന് കടിച്ചൊക്കെ മാറ്റിയൊക്കെ പോകുന്ന എന്ത് പോലീസിലും കള്ളന്മാരുണ്ട്, അത് നല്ല വ്യക്തം. എല്ലാരും അല്ലടാ, ആരെങ്കിലും ഒക്കെ ചെയ്യുന്ന കാര്യങ്ങൾ ചോദിച്ചോ പറഞ്ഞേ ഉള്ളൂ. നിങ്ങളുടെ സ്റ്റേഷനിലില്ലല്ലോ. എനിക്ക് അറിഞ്ഞൂടാ, നമ്മളൊന്നും ചെയ്യാറില്ല. അങ്ങനെ മറ്റേ പോലീസ് സ്റ്റേഷൻ കമ്പൗണ്ടില്ലേ കുറെ ബൈക്കുകളുണ്ടെങ്കിൽ അതിന്റെ ഓരോ സ്പെയർ പാർട്സ് കൊണ്ടുവരുന്ന അത് വെച്ച് ഞാൻ തട്ടിക്കൊടുത്തു തരാം. എടാ, വിശിഷ്ട സേവനത്തിലുള്ള പുരസ്കാരം നേടിയിട്ടുള്ള ഒരു പോലീസുകാരൻ്റെ അടുത്ത് നീ തോന്നിയ ദിവസം പറഞ്ഞല്ലോടാ. തമാശയായിട്ട് കൂട്ടിയാൽ മതി. നീ പറഞ്ഞ ഞാൻ കാര്യാക്കാറില്ലല്ലോ. ഇലക്ഷൻ ബമ്പർ എവിടെ? എന്നാ ഇവിടെ ഉണ്ട്. റബ്ബറിന് 200, നെല്ലിന് 30. കുഞ്ഞു മോന് പുതിയൊരു ആഗ്രഹം. പായസം കുടിക്കണം. ഭയങ്കര കൊതി. ഒരു സ്വസ്ഥത തരാനല്ല, കൊറേ നേരമായി പറയാൻ തുടങ്ങിയിട്ട്. അമ്മയുടെ തത്തടമുത്തിന് പായസം കുടിച്ചനാ? പായസം എന്നെ കൊണ്ട് വെറുതെ ഉണ്ടാക്കിക്കാനല്ലേ? ഇല്ല, നീ കുടിക്കോ? എന്ത് പായസ വേണ്ട കുഞ്ഞിന്? പായസം മതി. ഇങ്ങനൊരു തോന്നല്. എടാ, ഈ പ്രായത്തിലുള്ള പിള്ളേർ ഷവായി, കുഴിമന്തി, അൽഫാം ഒക്കെ ഓർഡർ ചെയ്യുന്നത്. അതിനൊക്കെ നിർബന്ധം പിടിച്ച് കറിയണം. അല്ലാതെ ഒരു ഫുൾ അൽഫാം പിടിച്ചു പറ അമ്മോടോട് കഴിക്കും. എന്റെ മോനെ വീട്ടിലെ സാഹചര്യങ്ങൾ അറിയാവുന്നവനാ. പൈസ ഉണ്ടാക്കി തരാൻ കേട്ടാ. സന്തോഷമായി കാണുമല്ലോ. ഓ, നിനക്കിനി എന്താ വേണ്ടേ? അയ്യോ, എനിക്കൊന്നും വേണ്ടേ. അൽഫാം മേടിച്ചു തരാൻ പറയണ്ടേ, അതല്ലേ അതിൻ്റെ ഇതെന്ന് പറഞ്ഞത്. അൽഫാം നമുക്ക് കണ്ട് ഇങ്ങനെ കഴിച്ചിട്ട് ഇങ്ങനെ വയലും വായിക്കുന്നത്. പായസം വേണ്ട, അൽഫാം പിടിച്ചു തരാം. അൽഫാം പിടിച്ചു തരാൻ പറ. ചൂടിൽ പറ്റും. പായസം മതി. എന്തൊരു ചേർക്കാണ്. ചേച്ചി, ഓ ഇവിടെ എന്ത് പരിപാടി? ഞാൻ ശർക്കര പൊട്ടിക്കാൻ നോക്കിയതാ. ഞാനടുത്ത് വീട് പൊളിക്കുവാണ്. എന്ത് ചെയ്യാൻ? പായസം ഉണ്ടാക്കാൻ അവന് നിർബന്ധം. പായസം കുടിക്കണമെന്നും പറഞ്ഞു. ആണോ? തേങ്ങതാ, ഞാൻ ചിരണ്ടി തരാം. തേങ്ങയൊന്നും ഇല്ല ഇവിടെ. അപ്പൊ തേങ്ങ മേടിക്കാൻ വേണ്ടി വീട്ടോനെ വിട്ടേക്കുവാ. അയ്യോ, അവിടെയും ഇല്ല. ഇല്ല, എനിക്കറിയാലോ അവിടെ തേങ്ങ ഇല്ലാന്ന്. ഞാൻ പറമ്പിൽ പോയി നോക്കി, ഒരു ചീത്ത തേങ്ങ കിട്ടിയ. ഞാൻ ചിരണ്ടി തരാം. ഞാൻ അതൊന്നും തിളപ്പിക്കട്ടെ. കയ്യിലാക്കാൻ കഴിയാത്തോണ്ടാ ഞാൻ. എനിക്കറിയില്ല, 2 ദിവസമായി തുടങ്ങിയിട്ട് പായസം വേണം മുഖം ഒറ്റ കൊട്ടയുണ്ട്. അയ്യോ, അവിടെ കുറച്ച് സേമ ഇരിപ്പുണ്ട് ചേച്ചി.
അപ്പൊ നമുക്ക് മറ്റന്നാൾ എന്നാ സേമിയ ആ പായസം നാളെ ഉണ്ടാക്കാം. മറ്റന്നാ എങ്ങനെ വെക്കാം. എടി അതൊന്ന് തിളച്ചോ നോക്കിയടി. ഏയ് തിളച്ചില്ലേ? ഇല്ല ഇല്ല ഇല്ല. ഇത് പാനിയാക്കണ്ടേ? എന്താടാ? ഈ ശർക്കര പാനിയാക്കണ്ടേന്ന്. പിന്നെ അതിനു വേണ്ടിയിട്ടാണ് ഞാൻ പൊടിച്ചത്. ചേച്ചി വെള്ളം തിളപ്പിച്ചിട്ട് അതിനകത്തോട്ട് ഇട്ടാ പോരെ? ഇങ്ങനെ ചെയ്യണ എന്തിനാ? കല്ല് കുറെ സമയം എടുക്കും അതൊന്ന് അലിഞ്ഞു വരാനായിട്ട്. അട അങ്ങോട്ട് ഇടാം. എനിക്കിഷ്ടം ഇതാ സേമിയനേലും. ആ സേമിയ ഈ പറഞ്ഞ പോലെ ഒരു കള്ളപ്പായസം പെട്ടെന്ന്. ഇതിന് പിന്നെ ഇച്ചിരി- പിള്ളേർക്കൊക്കെ ഇതൊക്കെ ഇഷ്ടം. പിന്നെ അല്ലെങ്കിൽ പരിപ്പ്. തിളക്കട്ടെ. ഇനി ക്ലീറ്റോ ചേട്ടൻ പായസം ആയി കഴിയുമ്പോഴെങ്കിലും കൊണ്ടുവരുമോ? എനിക്കറിയാൻ പാടില്ല. എവിടെയെങ്കിലും പോയ ഏതെങ്കിലും പാർട്ടിക്കാരനെ കണ്ടാ പിന്നെ ആ വഴിക്ക് നിൽക്കും. ഞാൻ എന്നാ ഇവിടെ ഇരിക്കാം. പൊഞ്ഞ കാലുവിന് എടുക്കണം. എന്നാ വേറെ കത്തിയുണ്ട്. അന്ന് ഇതിങ്ങിതാ അത് വെച്ചു. അങ്ങനെ തീരെ പൊടിയാക്കണ്ടടി. പായസം വേണം, ഓ, എന്റെ പായസം പൊന്നേ, ഇന്ന് വെക്കാൻ തേങ്ങാപ്പാൽ വേണം, തേങ്ങാപ്പാലിനായി തേങ്ങ വെട്ടുന്നതാ ഞാൻ ചിരണ്ടി കൊടുക്കാം. കേരവർ വേണം. കൗരവര് കൗരവരല്ല കേരവർ. ആ തേങ്ങ അവളുടെ കയ്യിലോട്ട് കൊടുക്കുക. അതും കൊണ്ടുപോടി. തേങ്ങ വാങ്ങിയില്ല. എന്താണ് ക്ലീറ്റോ? ഞാൻ എന്തിനാ ക്ലീറ്റോനെ വിട്ടത്? ഒരു തേങ്ങ ഉണ്ടായില്ലതേ. ഇത് കണ്ടതൊക്കെ വേവിച്ചും വെച്ചേക്കുന്നു. റൊണാൾഡോ ചേച്ചനെ വിട്ടാ പോരായിരുന്ന? പിന്നെ ഇനി തേങ്ങ വാങ്ങിക്കൊണ്ടുവന്നാല് ഇനി തേങ്ങ അതിനെ പൊട്ടിക്കണം, പൊട്ടിച്ചാൽ തേങ്ങ തിരുകണം, ഇനി തിരികെയാൽ അത് തേങ്ങാപ്പാല് പിഴിഞ്ഞെടുക്കണം, പിഴിഞ്ഞെടുത്ത് അതിന്റെ ചണ്ടി കൊണ്ട് കളയണം. പിന്നെ ഏതാണ്ട് ഇതുമാരത്തെ കടന്നൽ കുത്തിയ മുഖം കാണണം. ആ കുത്തും. ഇങ്ങനെയാണെങ്കിൽ കടന്നല് കുത്തും. ഇപ്പൊ അതൊക്കെ മറന്നു വെക്കും മാഡം. ഗുഡ് ബൈ ടു തേങ്ങ. നമുക്ക് KCCPLന്റെ കേരവർ കോക്കനട്ട് മിൽക്ക് വന്നിട്ടുണ്ട്. ഒരു കേരള സർക്കാർ ഉൽപ്പന്നം. തേങ്ങാപ്പാൽ അഥവാ കോക്കനട്ട് മിൽക്ക്. ക്ലീറ്റോ ചേട്ടൻ ഇത് വാങ്ങിച്ചാ? ആ വാങ്ങിയോണ്ടല്ലേ കൈ ഇരിക്കുന്നേ. ആ നോക്കട്ടെ. ഇത് തേങ്ങാപ്പാൽ മാത്രമല്ല, തേങ്ങാ പൊടിയും ഉണ്ട്, കോക്കനട്ട് പൗഡറും. ഇത് ശരിക്കും തേങ്ങാപ്പാലാണോ? എടി ഇത് ശരിക്കും തേങ്ങാപ്പാൽ. KCCPL കേരവർ കോക്കനട്ട് മിൽക്ക് ആൻഡ് കോക്കനട്ട് പൗഡർ, ഒരു കേരള സർക്കാർ ഉൽപ്പന്നം. ചേച്ചി ഇത് അടിപൊളിയാ ചേച്ചി. ഡാൻസ് ക്ലാസ്സിലെ കുറെ അമ്മമാർ ഇതാ ഉപയോഗിക്കണത്. ഞാൻ എന്നിട്ട് ഏട്ടനോട് എത്ര പ്രാവശ്യം പറഞ്ഞു പറയും ഇതൊന്നും വാങ്ങിച്ചിട്ട് വന്ന. ഏട്ടൻ എപ്പോഴും മറക്കും. നിനക്ക് അല്ല അതോടെ വെച്ചോ. അല്ല ഇത് നീ എടുത്തോ, ഉണ്ട് ഇവിടെ. ആകെ ഇനി തേങ്ങ ചിരവുണ്ടല്ലോ. തേങ്ങ പിഴിയുമ്പോഴല്ല കൈയുടെ ഉപ്പാട് വരും. ക്ലീറ്റോനോടൊക്കെ ഒന്ന് തേങ്ങ പിഴിഞ്ഞാരാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തിരിഞ്ഞൊരു നടപ്പാ. മാത്രമല്ല നിങ്ങളുടെ മുഖവും കാണണ്ടല്ലോ കടന്നൽ കുത്തിയത്. പിന്നെ പണിയെടുക്കുമ്പോ അറിയാം ഇത് കൊള്ളാം. ടേസ്റ്റ് ഉണ്ടാവോ? പിന്നെ നാവിൽ രുചിയൂറും. അടിപൊളിയാന്ന് പറഞ്ഞത്. KCCPL കേരവർ കോക്കനട്ട് മിൽക്ക്. അപ്പൊ ഇന്ന് നമുക്ക് കേരവർ തേങ്ങാപ്പാലും കൊണ്ട് ഇന്ന് പായസം ഉണ്ടാക്കാം. ആയിക്കോട്ടെ, അടിപൊളിയാവട്ടെ. നോക്കട്ടെ. ആ ഇത് വെന്ത് കേട്ടോ. എങ്ങനെയുണ്ട് നമ്മുടെ കേരവർ കോക്കനട്ട് മിൽക്കിന്റെ സൂപ്പർ, അടിപൊളി. സൂപ്പർ അല്ലേ? ഓ തേങ്ങാപ്പാല് തോറ്റു പോകും ക്ലീറ്റോ. അല്ലേ? ഓ എന്തൊരു ടേസ്റ്റാ. ഇരിയടി. ഞാൻ ഇരിക്കാന്നേ. വാവ്, അടിപൊളി അല്ലേ? അടിപൊളി. അവന് കൊടുത്താ അവൻ എന്റെ പൊന്നെ. വയറും മനസ്സും നിറഞ്ഞ അവന്. ഓ അവനും കുടിച്ച അവളും കുടിച്ച. ഇത്ര ചൂട്, ഒരു അല്പം തണുത്താണ്ടല്ലോ. ആ തണുത്ത നല്ല ടേസ്റ്റ് ആയിരിക്കും. ചൂട് കൊറേ നേരമല്ലേ എഴുത്തും കുത്തൊക്കെ തുടങ്ങിയിട്ട്. തട്ടിപ്പും വെട്ടിപ്പൊക്കെ തന്നെ. തട്ടിപ്പും വെട്ടിപ്പുമൊക്കെ നിന്റെ കെട്ടിയ പോലീസുകാരൻ. അയ്യോ 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 അയ്യ സഹിച്ചില്ല. അങ്ങോട്ട് കളിക്കണ്ട. അവനൊരു തട്ടിപ്പും വെട്ടിപ്പൂല. അവൻ നല്ല മാന്യ മര്യാദക്ക് ജീവിക്കുന്ന ഒരുത്തനാ. ഈ നാട്ടിലുള്ളവർക്കും അറിയാം, വീട്ടിലുള്ളവർക്കും അറിയാം. ക്ലീറ്റോ ചേട്ടന് മാത്രം അറിയാം. എനിക്കറിയാം. ഞാൻ ഇപ്പൊ മാനത്തുനിന്ന് പൊട്ടി വീണല്ല, എനിക്കറിഞ്ഞൂടാ. പക്ഷെ ഇത് അവൻ വേറെ കുറെ കാര്യങ്ങൾ പറഞ്ഞു ചോദിച്ചാ പോലീസുകാരുടെ. പോലീസ് സ്റ്റേഷനിലൊക്കെ ഈ മദ്യമൊക്കെ പിടിക്കൂലേ? മദ്യം പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇവര് എന്താണ്ടിലൊക്കെ എഴുതി കഴിയുമ്പോഴത്തേനും അത് കള്ളാക്കി മാറ്റും. സ്വർണ്ണമൊക്കെ പിടിച്ചിട്ടുണ്ടെങ്കിൽ തൂക്കം കുറയ്ക്കും ഇവര് എഴുതാൻ നേരത്തുനിന്ന്. പിന്നെ നമ്മൾ കുറെ കണ്ടിട്ടില്ലേ ഈ പോലീസ് സ്റ്റേഷനിലൊക്കെ തുരുമ്പിച്ച വണ്ടി കിടക്കണത്? അത് മനഃപൂർവ്വം ഇട്ടേക്കണതാണ്. അതിനകത്തുനിന്ന് ഈ തുരുമ്പിച്ച് വണ്ടി ഓടാതെ ആവുമ്പോഴത്തേക്കും അതിന്റെ എന്ത് പാർട്സാടി അതൊക്കെ എടുത്ത് വിൽക്കൂര്. അങ്ങനെയൊക്കെയുള്ള പോലീസ് സ്റ്റേഷനൊക്കെ ഉണ്ടെന്ന്. പക്ഷെ ഇവരുടെ പോലീസ് സ്റ്റേഷൻ അത്ര കുഴപ്പമൊന്നുമില്ല. എല്ലാം മറ്റേ ഹരിശ്ചന്ദ്രന്മാരല്ലേ? അങ്ങനെയല്ല. എന്ത് അങ്ങനെ തന്നെ ഇവിടെ എല്ലാം ഉണ്ട് ഈ പരിപാടി. നിന്റെ കെട്ടിയവനും അതിന് നല്ല പങ്കുണ്ടാവും, അതിന്റെ ചില്ലറ കെട്ടണവും ഉണ്ടാവും.
ഒന്നും പറയല്ലേ അയ്യോ പിന്നെ നീ അത് പറ, ഞാൻ അതാണോ പറഞ്ഞത് ഇപ്പൊ നിങ്ങളോട്? എന്റെ ചേച്ചി ഇത് ക്ലീറ്റോ ചേട്ടൻ ഇനി അങ്ങനെ ആക്കും. അങ്ങനെ ആക്കാനൊന്നുമില്ല. ഇതൊക്കെ ഉണ്ടടി ഇവിടെ. നമുക്ക് പലപ്പോഴും റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് ഇവിടെ ഈ പരിപാടിയൊക്കെ ഉണ്ടെന്നുള്ളത്. ആരെങ്കിലും ഒരു ഊമക്കത്തെഴുതി അങ്ങ് മേളിലോട്ട് വിട്ടാണ്ടല്ല ഊപ്പാട് വരും. അവസാനം അങ്ങനെ ഊമക്കത്ത് എഴുതാനായിട്ട് നിങ്ങൾ മാത്രമേ ഉള്ളൂ. അവന് വേറെ ശത്രുക്കളില്ല. എനിക്കതല്ലേ പണി. ചേട്ടൻ വെറുതെ നാക്ക് വളക്കല്ലേ. ഞാൻ നാക്ക് വിളക്കണേ, കാണിക്കണേന് കുഴപ്പമില്ലേ? അവിടെ ഇതൊക്കെ ഉണ്ട്. അവസാനം എന്തെങ്കിലും ആയി കഴിഞ്ഞോണ്ടല്ലേ അവനും മറ്റേ ടെസ്റ്റ് എഴുതാനും പറ്റില്ല, MISI ആവൂല. SI ആവരുത്. അതാണ് അസൂയാണ് ക്ലീറ്റോ നിങ്ങക്ക്. അപ്പൊ അവൻ എന്ത് കുത്തിയിരുന്ന് പഠിക്കുവാണ്. ഈ പ്രവൃത്തിയായിട്ട് നടന്ന ആവും തോനെ. നിങ്ങൾക്ക് എന്താ കുഴപ്പം? പിന്നെ എനിക്ക് MISI ആയി കഴിഞ്ഞാൽ ഞാൻ സല്യൂട്ട് അടിച്ച് അവന്റെ മുമ്പ് നിൽക്കണമല്ലോ. പിന്നെന്താ അങ്ങനെ ഒന്നും ചെയ്യണ്ടല്ലോ. നിക്കേണ്ടി വരും. ക്ലീറ്റോ ചേട്ടൻ കരുതിയിരുന്നോ അവന്റെ മുമ്പിൽ? അവനോടൊന്ന് കരുതിയിരിക്കാൻ പറ. അടുത്ത ഇലക്ഷനും ഇതൊക്കെ ഇങ്ങോട്ട് കഴിയട്ടെ. ഈ തലയുടെ ഉള്ളിൽ എന്തെങ്കിലും നല്ല കാര്യം ഓടുന്നുണ്ടോ? അതേമേ അസൂയയും കുശുമ്പും കുന്നായ്മയും കള്ളക്കണക്കും. നിങ്ങൾക്ക് ഈ വീട്ടിൽ ഒരു തലയെങ്കിലും അങ്ങനെ ഇരുന്നോളൂ. നിങ്ങളൊക്കെ നല്ല ചിന്താഗതിയായിട്ട് നടക്കുന്ന ആൾക്കാരാണല്ലോ. ഒരു തലയെങ്കിലും വേണ്ട ഇവിടെ ഇത്തിരി ഇങ്ങനെ. ചേച്ചിക്ക് വേറെ കുടിക്ക്. ചൂടാണ്. അതെന്തോ വണ്ടി കഴുകണ അങ്ങനല്ല. എന്തുവാണ് നീ ഉദ്ദേശിക്കുന്ന? ഇത് ലേസർ ഗൺ. എന്ത് ലേസർ? അത് പറഞ്ഞ അവന് മേടിച്ചു കൊടുക്കണം. അമ്മ ഇങ്ങനെ ലൈറ്റ് വെത്തും. നീ അതിനെ കുറിച്ചൊക്കെ ചിന്തിക്കാതെ, ഞാൻ എപ്പോഴും പറയും ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കുന്ന നേരത്തിന് നിന്റെ അതൊക്കെ നോക്കിക്കോണേ, എവിടെയാ അലോട്ട്മെന്റ് എന്നൊക്കെ. ഇവിടെ ആർക്കും ഒന്നും നോക്കാനറിയാൻ പാടില്ല. അതെനിക്കറിയാമല്ലോ, ഞാൻ നോക്കുന്നുണ്ട്. നോക്കിയാ മതി. അവസാനം സമയം കഴിഞ്ഞു പോയി കുമ്മ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒറ്റ വീക്ക് എറിഞ്ഞ്. ഉത്തരവാദിത്വമുണ്ട്. ഇല്ലടി, ഏതോ സ്ഥലത്ത് അവക്ക് പോയി, അവള് ചെയ്തില്ല. മാമി ഒരു ദിവസം അങ്ങോട്ടായി പോയത് അന്ന് തന്നെ. എന്തിനാ അങ്ങനെ ആവണേ? എന്തിനാ അങ്ങനെ ആവണേ? തിരുവനന്തപുരത്ത് തന്നെ കിട്ടിയാൽ മതിയായിരുന്നു. ചാൻസ് കുറവാണ് മാമി. ഇവക്ക് താല്പര്യമില്ല ഇവിടെ നിൽക്കാൻ. ഇവക്ക് ഒരു താല്പര്യവും ഇല്ല. ഇവക്ക് പോണം, പോണം. ഇവിടെ കിട്ടാൻ പാടാ. അവള് പോയി ഒറ്റയ്ക്ക് ഹോസ്റ്റലിൽ നിൽക്കട്ടെ, ഇരിക്കുക. അല്ലെങ്കിൽ പിന്നെ ചേച്ചി ഏത് സമയം പഠിക്കടി നമ്മളെ പുറകെ കിടക്കും. അവൾ ഇച്ചിരി ഫ്രീ. ഇങ്ങനെയൊക്കെ നിക്കണോണ്ട് അവള് പഠിക്കുന്നുണ്ടല്ലോ. അത് എന്തുവാ? ഉറക്കം വരുന്നുണ്ട്. എങ്ങനെ ഉറങ്ങാനോ? എനിക്ക് ഉറങ്ങാൻ വരുന്നു. പകലുറങ്ങിയാൽ വണ്ണം വെക്കുമെന്ന് പറഞ്ഞാണ് ഞാൻ ഉറങ്ങാത്ത. എന്തുപറ്റിയടാ ഏട്ടാ? എന്തായി? പോയാരും എന്തായി? ഞാനിവിടെ ആരോടൊന്നും മിണ്ടുന്നില്ലടേ. എന്തിയടാ? നമ്മളെ വീട്ടിൽ പോലും ഒരു കാര്യം സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്കില്ലേ? എന്താ? ദിവസം വെറുതെ ഇരുന്നിട്ട് നിങ്ങൾ ചോദിച്ചല്ലേ തൊണ്ടിമൂലൊക്കെ പോലീസ് സ്റ്റേഷൻ എന്തൊക്കെ കാണാതാവോ മാറുമെന്നൊക്കെ ചോദിച്ചില്ലേ നിങ്ങൾ? അതിനെന്താ കുഴപ്പം? ഞാനൊരു തമാശക്ക് ചില കാര്യങ്ങൾ അങ്ങോട്ട് പറഞ്ഞു. ഇപ്പൊ എനിക്കെതിരെ പരാതി വന്നിരിക്കുക. നിനക്കെതിരെ എന്ത് പരാതി? ഞാനിപ്പോ കമ്മീഷൻ ഓഫീസിൽ പോയിട്ടാ വരുന്നത്. കമ്മീഷൻ ഓഫീസിൽ എനിക്ക് ഉമക്കം നിന്നിരിക്കുന്നു. പൂജപ്പുര സ്റ്റേഷനിലെ പോലീസ് കനകന്റെ പണി ഇതാണെന്ന് തൊണ്ടിമൂല അടിച്ചു മാറ്റി വെക്കുക. എന്ത് ആരോട് പറഞ്ഞതാ? എടാ, ഊമക്കത്താണെങ്കിൽ അത് ക്ലീറ്റോ ആയിരിക്കും. ആണാണ്. ക്ലീറ്റോ ചേട്ടൻ പറഞ്ഞില്ലേ? ക്ലീറ്റോ അവിടെ ഇരുന്ന് ഞാൻ ഈ വിശേഷം, നീ പറഞ്ഞ വിശേഷങ്ങൾ ക്ലീറ്റോയുടെ അടുത്ത് പറഞ്ഞായിരുന്നു. അന്നേരം ക്ലീറ്റോ പറഞ്ഞതാ, ഊമക്കത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞായിരുന്നു. ആരെങ്കിലും ഒരു ഊമക്കത്ത് അയച്ചാ നീ ആ ഊമക്കത്തെ അടുത്തൊന്ന് പോയി നോക്കിക്കേ. ഞാൻ കണ്ട് അത് അവന്റെ കേസ് നല്ലത് അല്ലേ? ഓ, ആളവൻ തന്നെ, പക്ഷെ വേറെ ആരോ കൊണ്ട് എഴുതിപ്പിച്ചത്. കാരണം അവനറിയാലോ എനിക്കറിയാന്നുള്ള അവന്റെ കേസ് എന്താണെന്ന്. പ്രശ്നമാവോ? പ്രശ്നമാവാതെ പിന്നെ എനിക്ക് എക്സാം എഴുതാൻ പറ്റില്ല. അയ്യോ, ഇതിനൊരു തീരുമാനം അങ്ങനെ പരീക്ഷ എഴുതോടി. അവർക്ക് അറിയാൻ പാടില്ല നീ ഒന്നും എടുക്കത്തോണ്ട് പോവാറില്ലെന്ന്. എടി, ഒരാൾക്ക് ഒരു പരാതി കിട്ടി അത് സ്ഥിരീകരിക്കണ്ടേ? അവാർഡ് കിട്ടിയ ആളാന്ന് അവർക്ക് അറിയാൻ പാടില്ലേ? ആ, പിന്നെ അങ്ങനെ ചെയ്തൂടല്ലേ? എടി, ഈ നാട്ടിൽ എന്തൊക്കെയാ നടക്കാത്തത്, എന്തൊക്കെയാ നടന്നുകൂടാത്തത്? ഞാൻ ഒരു കാര്യം പറയാം, അവനാണ് ഇതിന്റെ പിന്നിലെങ്കിൽ ഈ ഏരിയ പിന്നെ അവനെ അടുപ്പിക്കണേ പറഞ്ഞത്. അന്നേരം പിന്നെ അവര് തന്നെ പ്രാർത്ഥിക്കാം നമുക്ക്. ക്ലീറ്റോ എങ്ങാനും ആണെങ്കിൽ ആങ്ങളേക്ക് വേറെ പെണ്ണ് നോക്കിക്കോ. ആണെന്ന് നിന്റെ ഡാഡി അങ്ങനെ ആണെങ്കിൽ ഞാൻ അവിടെ വന്ന് കെട്ടി തൂങ്ങും.
അതിൽ ഉണ്ടാണോ നിങ്ങളുടെ? ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? ആ പാവം പിടിച്ചവനെ ഉപദ്രവിച്ചിട്ട് ഒന്നും അറിയാത്ത പോലെ ഇരിക്കണ ഇരിപ്പുണ്ടോ? എന്റെ തങ്കം, ഞാൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ ഞാനായിരിക്കും ചെയ്തത്. ആണോ? എന്റെ കർത്താവേ, നിങ്ങളല്ലാതെ ലോകത്ത് ഒരാളും ഇത് ചെയ്യൂല ക്ലീറ്റോ. നിങ്ങൾ എന്നോട് പറഞ്ഞിട്ടില്ലേ? എന്ത്? ആ, അവനെ അവനെ ടെസ്റ്റ് എഴുതാൻ സമ്മതിക്കൂല, അവനെ SI ആക്കൂല, ഊമക്കത്ത് അയച്ചിട്ടുണ്ടെങ്കിൽ അവൻ ഇതൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് നിങ്ങൾ എന്നോട് പറഞ്ഞോ? അവന് തൊപ്പി അർപ്പിക്കൂന്ന് പറഞ്ഞോ? അങ്ങനെ പറഞ്ഞു ഞാൻ ചെയ്യണമെന്നുണ്ടോ ഇത്? പിന്നെ ആരാ ചെയ്തത്? ഞാൻ ചെയ്തോ? ലില്ലി ചെയ്തോ? റൊണാൾഡോ ചെയ്തോ? അമ്മ ചെയ്തോ? ഞാൻ ചെയ്തിട്ടില്ല. എനിക്ക് വിശ്വാസമുണ്ട്, ഞാൻ ചെയ്തിട്ടില്ല. നിങ്ങൾ പറയണത് ഞങ്ങൾ അങ്ങ് കുറെ വിശ്വസിക്കും. എന്റെ പൊന്ന് ക്ലീറ്റോ, വായെടുത്ത നാവെടുത്ത നിങ്ങൾ നുണ പറയാനും ഭക്ഷണം കഴിക്കാനുമാ. ഈ അമ്മ ഒന്ന് നിർത്തോ? ഒരാൾ ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോ പിന്നെ അമ്മയ്ക്ക് എന്താണ് ഇത്ര ഉറപ്പ്? എടി, വേറെ ആരെങ്കിലും ആണെങ്കിൽ ഞാൻ വിശ്വസിക്കും. നിന്റെ ഡാഡിനെ പോലെ ഈ മനുഷ്യനെ മനസ്സിലാക്കിയത് വേറെ ആരുമില്ല. ഞാൻ ചെയ്തടി, ഞാൻ തന്നെ ചെയ്തത്. സമ്മതിച്ചോ? അവന് തൊപ്പി തെറിപ്പിക്കും, അവന് SI അല്ല, അവന് കുന്താവൂല, അവനെ സർവീസിൽ നിന്ന് ഞാൻ പറഞ്ഞു വിടും. ചെല്ല്, അവന്റെ മുമ്പിലോട്ട് ചെല്ല്, കിട്ടുന്നത് വാങ്ങിച്ചോ. ഞാൻ തന്നെ ചെയ്തത്. നീ പോയി കേസ് കൊടുക്കും. ചെയ്യാൻ പറഞ്ഞ ഒരു സ്വസ്ഥത തരരുത്. പറഞ്ഞാൽ വിശ്വാസമല്ല. ഒരാൾ പറയണേന് ഒരു പരിധി ഉണ്ട് കേട്ടോ. നീ എന്തറിഞ്ഞിട്ടാ മുത്തേ? എല്ലാരും അങ്ങ് കുറ്റപ്പെടുത്തിയാ മതിയല്ലോ. എന്നോട് പറഞ്ഞതാ ക്ലീറ്റോ. ഒരു സമാധാനമില്ലല്ലോ ഈശ്വര. ചെറുക്കം പോയിട്ട് കാണണമില്ല. ചേച്ചി അങ്ങനെയൊക്കെ വന്നു പരീക്ഷ എഴുതാതിരിക്കുമോ ചേച്ചി? എനിക്കറിയാൻ പാടില്ല. പിന്നെ ഗവൺമെന്റ് ജോലിയല്ലേ, അപ്പൊ അതിന് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ലല്ലോ. അങ്ങനെ കുഴപ്പം. നീ മിണ്ടാതിരുന്നോ? നീ ദേഷ്യം വരുന്നുണ്ട് എനിക്ക്, ഓരോ കുഴപ്പങ്ങൾ ഒപ്പിച്ച് വെക്കുന്നത്. പക്ഷെ ഏറ്റവും അബദ്ധം പറ്റിയ നമ്മക്കാ ചേച്ചി. നമ്മളപ്പ പറയരുതായിരുന്നു. ഇത്രയും കൊടുത്തുരുമ്പാന്ന് ഞാൻ അറിയുന്നുണ്ട്. എന്തായി? പോയാലും എന്താടാ? കുഴപ്പമൊന്നുമില്ല, എനിക്ക് പ്രശ്നമൊന്നുമില്ല. ആണോ? പരീക്ഷ എഴുതാൻ പറ്റുമോ? നമ്മൾ പോലീസുകാർക്ക് ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അസോസിയേഷൻ ഇടപെടുമല്ലോ. അതിനല്ലേ എല്ലാവർക്കും അസോസിയേഷൻ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. പക്ഷെ പരാതി വന്ന സ്ഥിതിക്ക് നോക്കണമല്ലോ. അത് കണ്ടുപിടിക്കാൻ വല്ല വഴിയോ? പിന്നെ അതിന് നമുക്ക് ഒരുപാട് സോഴ്സ് ഉണ്ടടി. ഈ പറഞ്ഞ ആദ്യം കേട്ടപ്പോൾ ഞാനൊന്ന് ഞെട്ടിപ്പോയതല്ലേ. അവിടെ പറഞ്ഞ അസോസിയേഷൻ അതിന് വേണ്ടത് പല നീക്കങ്ങളും തുടങ്ങിയിട്ടുണ്ട്. സംശയാസ്പദമായ രീതിയിൽ ആരെങ്കിലും കണ്ടാൽ അവരെടുക്കുക, മറ്റ് രേഖകൾ വന്നതൊക്കെ ഒന്ന് പരിശോധിക്കുക. കയ്യക്ഷരം കണ്ടെത്താൻ വളരെ ഈസിയാണ്. പല റെക്കോർഡ്സ് പരിശോധിച്ചാൽ മതി, നമുക്ക് കിട്ടും. എന്തായാലും നമുക്ക് അതിനകത്ത് വലിയ പ്രശ്നം, എന്തായാലും ആളെ പൊക്കും. പിന്നെ എൻ്റെ അളിയനാവാതിരുന്നാൽ മതി. ക്ലീറ്റോന്റെ ദിവസങ്ങൾ എണ്ണപ്പെട്ടു ഇവിടത്തെ. നീ എന്താ പറയാനുണ്ടെന്ന് പറഞ്ഞ പറ. പച്ചമ്പി പറഞ്ഞില്ലേ ഊമക്കത്ത്, അത് ഇത്ര നിസ്സാര സംഭവം അല്ല. കാര്യം ജംഗ്ഷനിൽ ആദ്യമേ യൂണിഫോമിൽ ഒരു പോലീസുകാരൻ വന്ന് കറങ്ങിയിട്ട് പോയി നാരേട്ടൻ്റെ കടയിലേക്ക് കയറിയിരുന്നു. സിവിൽ ഒരു പോലീസുകാരൻ അവിടെ ഇരിപ്പുണ്ട്. ഞാൻ കാര്യം വണ്ടി ലേലം എടുക്കാൻ പോകുമ്പോൾ അയാളെ സ്റ്റേഷൻ വെച്ച് കണ്ട് പരിചയമുണ്ട്. അപ്പോൾ അവർക്ക് സംശയമുള്ളവരെ അവർ തപ്പാനുള്ള പരിപാടികൾ അവർ നോക്കുന്നുണ്ട്. പച്ചമ്പി ഉണ്ടല്ലോ ഇവിടെ, അതവിടെ വഴക്കിട്ട് അവിടെ ഇരിപ്പുണ്ട്. അത് അവിടെ തന്നെ ഇരിക്കട്ടെ, ഇനി പുറത്തോട്ട് ഇറങ്ങാതിരിക്കാൻ നല്ലത്. ഇറങ്ങിയ എന്താ? ഒന്നുമില്ല. ഇറങ്ങിയ എന്താന്ന് വെച്ചാൽ സംശയാസ്പദമായ രീതിയിൽ ഒരാളെ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ച് അത് നാണക്കേടല്ലേ? എന്ത് നാണക്കേട്? ഒരു നാണക്കേട് ഉറപ്പിച്ച് പറയാൻ പറ്റുമോ? എനിക്ക് ഉറപ്പിച്ച് പറയാം. ഡാഡിയല്ല, അങ്ങനെയൊന്നും പറയണ്ട. ഉറപ്പിച്ച് മക്കൾ അങ്ങനെ പറയരുത്. കണ്ണും പൂട്ടി അങ്ങ് വിശ്വസിച്ചോ? പിന്നെ അവന്റെ ജോലിയാണ് തെറിക്കാൻ പോണത്. സ്റ്റേഷൻ അറിഞ്ഞ സംഭവമാണ്. ഏട്ടനെ അവിടെ എങ്ങനെ കണ്ടാ? ഇല്ല, ഞാൻ കണ്ടില്ല. അവൻ അതിന്റെ കാര്യമൊക്കെ അന്വേഷിക്കാൻ വേണ്ടി പോയേക്കതേമേ. പരീക്ഷ എഴുതാൻ പറ്റിയാൽ മതി. പരീക്ഷ എഴുതി അവൻ കയറി പറ്റിക്കോളൂ. പ്രത്യേകിച്ച് പോലീസുകാർക്ക് പണി കൊടുത്താൽ ഡിപ്പാർട്ട്മെന്റ് വെറുതെ നോക്കത്തില്ല. ആരാളെ അവർ ഏത് വഴിക്കൂടെ പൂട്ടും. കൂട്ടണം. അല്ല, പിടിക്കണം. ആരാണെങ്കിലും പിടിക്കണം. തെറ്റ് ചെയ്തൊരു വെള്ളം കുടിക്കാൻ വേണം. അതെ. ഞാൻ ഇപ്പോഴേ വന്നതെന്ന് പറയല്ലേ, ഞാൻ ഇവിടെ ഉണ്ടായിരുന്നപ്പോഴേ. എന്താടാ?
എന്താവാൻ ആളെ കിട്ടി അവനെ വിളിച്ചിറക്കേ എടാ അവനത് വിളിച്ചിറക്കേ എടാ ഒരു കൈ വെയിറ്റോ. പറ്റിയതായിരിക്കും ഞാനിതാ. മനഃപൂർവ്വം മക്കളെ അവനെ വിളിച്ചേ കൊണ്ടുവരാനോ? ഡാഡി എടാ സ്റ്റേഷൻ വെറുതെ പ്രശ്നം ഉണ്ടാക്കല്ലേ. ഒരു മിനിറ്റ് ആ ഊമക്കത്ത് എഴുതിയ ആളെ കിട്ടി. എന്നാ പിന്നെ എന്നെ അറസ്റ്റ് ചെയ്തോ. ഒരു താത്ത് വെച്ചിട്ടുണ്ട്. നീ ഇങ്ങോട്ട് പറയടേ, നീ ഇങ്ങോട്ട് പറയുന്നടാ. ഞാനല്ല. എന്തോ അച്ഛമ്മ? ഇങ്ങോട്ട് അച്ഛമ്മ ഞാനല്ല, ഞാൻ എഴുതിയിട്ടില്ല. എനിക്കങ്ങനെ എഴുതാറില്ല. എന്റെ കൈ തെറ്റാ. റൊണാൾഡോ ഞാൻ സത്യമായിട്ടും എഴുതിയിട്ടില്ല. ഞാൻ ഈ കടയിലേക്കുള്ള സ്പെയർ പാർട്സ് പറഞ്ഞോട്ടെ. കാര്യം കേൾക്കാദ്യം. നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളൊരു കുഴപ്പമാണ്. നമ്മളിവിടെ സംസാരിച്ച കാര്യം നീ എന്തിനാ പൂരാട ശേഷിയോട് പറഞ്ഞത്? ഏത് കാര്യം? തൊണ്ടുമല്ല പറ്റുള്ള കാര്യങ്ങൾ. അത് പിന്നെ ഞാൻ നായരേട്ടൻ്റെ കടയിൽ ചെന്നപ്പോൾ അവർ ആ പത്രവാർത്തയുടെ കാര്യങ്ങൾ വായിച്ചിട്ട് നായരേട്ടനും പൂരാടമായിട്ട് തർക്കമായി. പൂരാടം പറഞ്ഞ് അങ്ങനെ തൊണ്ടുമുതലകത്തൊന്നും കള്ളത്തരം കാണിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞപ്പോൾ അച്ചപ്പി പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞു. ഇങ്ങനെ അത് പറഞ്ഞു. ഇത് കേട്ടിട്ട് പൂരാടം ഊമക്കത്തയച്ച് എന്തിനാ? ഇവനെ എന്നെ തമ്മിൽ തെറ്റിക്കാനായിട്ട്. നാട്ടുകാരെ വിചാരം എന്താളിയാ? നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും രണ്ടും പറഞ്ഞ് വഴക്കൂടും, നമ്മൾ കൂടാവുകയും ചെയ്യും. അയാൾ നമ്മളെ തമ്മിൽ എടുപ്പിക്കാൻ വേണ്ടിയിട്ട് ഊമക്കത്തയച്ചു. അല്ലാതെ അയാളാന്നെങ്ങനെ മനസ്സിലായി? അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് സകലരും തപ്പി നോക്കുകയായിരുന്നു നമ്മൾ. അക്കൂട്ടത്തിൽ RDPക്കാരെ ഒന്നിട്ട് പിടിച്ച് കുറഞ്ഞപ്പോഴാണ് അറിയുന്നത് പൂരാടമാണ് എന്റെ പിന്നിൽ. ദുഷ്ടൻ പാവം ക്ലീറ്റോ ചേട്ടൻ. ഒരാടത്തിന് അറിയില്ലല്ലോ അളിയൻ വേഴ്സസ് അളിയനാണെന്നുള്ളത്. അവനൊരു പണി കൊടുക്കണ്ടേ? ഞാൻ കൊടുത്തോളാം. ആ Aliens.